ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ സുഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ 21ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഗ്യാസ് വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി താഴെ കുറ്റി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻ റോഡ് താഴെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇടങ്ങേറ് വെച്ചൊരു വഴിയാട്ടോ. ഇതൊരു ചെറിയ സ്റ്റെപ്പാട്ടോ. ഒരാൾക്ക് നടക്കാൻ തന്നെ സ്ഥലമുള്ളൂ ശരിക്കും ഇതിൽ കേട്ടോ. അങ്ങനെ മൊത്തமாக വന്നതിൻ്റെ ശേഷം എന്താക്കി നിറച്ച കുറ്റിയെ ഞാനും അവനും പാടും എല്ലാം അങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. കാരണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മെയിൻ റോഡാണ്. അപ്പോൾ ഇനി പോകുമോ എന്നുള്ളൊരു പേടിയിട്ട് നമുക്ക് പിന്നെ അവൻ്റെ ഒപ്പം വരുമ്പോൾ രാത്രിയാവും. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും എങ്ങനെയൊക്കെ കൊണ്ടുവരാറ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുന്ന് ഇവിടെ എത്തിച്ചിട്ടോ. പിന്നെ ഇത് നമുക്ക് വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര നല്ല മഴ തുടങ്ങിയിട്ടോ. അങ്ങനെ കാറ്റും മഴ കേട്ടോ. അപ്പം നമ്മൾ മുന്നിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക്കൊക്കെ അങ്ങനെ ബോൾ പോലെ തോന്നിയിരുന്നു കേട്ടോ. എന്നിട്ട് മെല്ലെ നമ്മൾ വടിയും അതും ഇതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ സെറ്റാക്കി അത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് പിന്നെ ഇന്ന് മക്കൾക്ക് നോമ്പ് തുറണ്ട് കേട്ടോ. പള്ളിയിലാണ് സമൂഹ നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ സമയത്തൊക്കെ നല്ല ചെറുതായിട്ട് മഴ ഉണ്ട് കേട്ടോ. ആ മഴ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അവർ കുടയൊക്കെ എടുത്തുകൊണ്ട് 3 പേരും അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മഴ പെയ്തപ്പോൾ തന്നെ തണുപ്പ് ഇങ്ങനെ ചെറുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ പകൽ നല്ല ചൂടാണ് കേട്ടോ. പിന്നെ അതേ നമുക്കിവിടെ മക്കൾ പോയി. പിന്നെ ഞാൻ ഒറ്റക്കോളോട്ട് നിന്ന് നോമ്പ് തുറക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പൊന്നാൻ ഉണ്ടാക്കണ്ട, ഒരു തരി ഉണ്ടാക്കുക, പിന്നെ ചായ ഉണ്ടാക്കുക വിചാരിച്ചിട്ട്. കാരണം എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയാൽ അത് തീരുമില്ല കേട്ടോ. കാരണം കാക്ക വരുമ്പോഴത്തേന് രാത്രിയാവും. പിന്നെ ഇപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ പിന്നെ സാധാ ചോറും കറിയും മതി വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ തരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇറക്കി വെച്ചിട്ടോ. പിന്നെ നമ്മൾ ചോറും ഇവിടെ തിളച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ചായക്കുള്ള വെള്ളം വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രത്തിലാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് തിളച്ചതിന് ശേഷം ഞാൻ എന്താക്കി റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ മൂടി വെച്ചിട്ടോ. അപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചായ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതേ പാലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടോ. പിന്നെ തിളച്ചതിൻ്റെ ശേഷം ഞാനവിടെ ഒരു ചെറിയൊരു 5 രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഒന്ന് പാലൊന്ന് തിളക്കട്ടെ വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിന് മൂപ്പിച്ചങ്ങാണ്ട് നമ്മൾ തരിയൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ കുറച്ച് തരി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഇത് നമ്മളെ പാലിവിടെ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓഫാക്കിയതിൻ്റെ ശേഷം ഞാൻ ഇനി ബൂസ്റ്റ് ആയിട്ടിട്ട് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ബൂസ്റ്റിൻ്റെ ചായ ഇവിടെ ഉണ്ടാക്കിട്ടോ. പിന്നെ ഒറ്റക്കായതുകൊണ്ട് ഒരു ഉഷാറുമില്ല കേട്ടോ ഒന്നിനും. കാരണം മക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാട്ടോ. വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം തിന്നാനും കുടിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാക്കാൻ ഞാൻ ബാങ്ക് കൊടുക്കണേ 2 മിനിറ്റ് മുമ്പാട്ടോ. ഇതൊക്കെ മേശമ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈസി ആയിട്ട് കൊണ്ടുവന്നാക്കാനും പറ്റിയിട്ട് അങ്ങനെ ഞാൻ നോമ്പ് തുറന്നിട്ടോ. ഈ 20 നോമ്പിനും ആളുണ്ടായിരുന്നു കേട്ടോ. 21ാമത്തെ നോമ്പായപ്പോൾ ഞാൻ ഒറ്റക്കായിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊക്കെ നമ്മൾ അമ്മാൻ്റെ കൂടെ കൊടുന്ന വാഴക്കൻ്റെ ഇട്ടത്. അപ്പോൾ ഞാൻ വെച്ചിട്ട് ഉപ്പേരിയൊക്കെ ചിരങ്ങയും താളിക്കാൻ വിചാരിച്ചിട്ടോ. ഇന്നത്തെ ഒരു വിഭവം ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ കാക്ക വരുമ്പം മുട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ ചിരങ്ങ താളിച്ചു. പിന്നെ നമ്മൾ ഉപ്പേരിയും വെച്ചിട്ടോ. ഞാൻ പിന്നെ ഉപ്പേരി ഫുള്ളായിട്ട് കൊടുത്തേക്കണം കേട്ടോ. കാരണം കുറച്ച് അരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നിയാൽ എന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിട്ടോ. ഒക്കെ ഉണ്ടാക്കിയെന്നല്ലാണ്ട് അത് തിന്നിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം താത്താൻ്റെ അടുത്ത് കുറച്ച് ചോറ് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ 2 പേരും തിന്നത്. പിന്നെ ഇത് ഉണ്ടാക്കി കിടന്നിട്ട് പിന്നെ നമ്മൾ പെലച്ചൊക്കെ എണീറ്റിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം ബാലൻസ് ആയിട്ടോ. പിന്നെ നമ്മൾ 5-8 എണീക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താക്കി പിന്നെ കഴിക്കാനും പറ്റില്ല. വെറും വെള്ളം മാത്രം കുടിച്ചിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നേരെ നമുക്ക് 22ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിലുണ്ട് കേട്ടോ. ഉപ്പേരിൻ്റെ ഒക്കെ എന്തായാലും ഇതിലുണ്ട് കേട്ടോ. ഒന്നും നാശമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ പിന്നെ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ചൂടായാൽ മതി കേട്ടോ. അധികം ബ്രൗൺ കളർ അങ്ങനെ ഒന്നും ആവണ്ട കേട്ടോ. പിന്നെ കുറച്ചൊരു നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായിട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ വെള്ളം ഉണ്ടാക്കി പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതുണ്ടോ ഇതാണിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൻ്റെ വീഡിയോസ് പിന്നെ നമ്മൾ ഓണാക്കാൻ മറന്നു പോയിട്ട് വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ അത് മിസ്സായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആ ചട്ടിയിൽ തന്നെ നമ്മൾ ഒന്ന് ചട്ടി ചൂടാക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് സമൂസൻ്റെ ഓല ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരുവിധ ആളുകൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനാണ് ഇത് ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ പിന്നെ മിനി ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ തേങ്ങേൻ്റെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സമൂസ ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് കണ്ട് അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് കുറച്ച് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെ നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ പറയാനെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഉണ്ടാക്കുക സംഭവം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്തു. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ പണി പാളിയത് കാരണം കുട്ടികളായിട്ട് എടുത്തത്. അതുകൊണ്ടാണ് അങ്ങനെ പണിപ്പാളി പോയത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ഫോണൊക്കെ നോക്കിയാൽ മതിയായിരുന്നു. ഞാൻ ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഒരിടത്ത് കറക്റ്റായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഓണാക്കാൻ മറന്നു പോയത്. അല്ലെങ്കിൽ വീഡിയോസ് ഇതിൽ എന്തായാലും ഉണ്ടാകണ്ട. പക്ഷെ ഞാൻ പിന്നെ എത്ര തപ്പിയിട്ടോ കിട്ടിയതുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ ചിക്കൻ വരട്ടിയതാണ് കേട്ടോ. എപ്പോഴും കറി ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ചിക്കൻ വരട്ടാം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ.
അങ്ങനെ ഇതാക്കുന്ന ഞാൻ ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ചതൊക്കെ ഇട്ടെടുത്തുകൊണ്ട് ഉണ്ടാക്കി നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടോ. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ വീണ്ടും നല്ലോണം വഴറ്റിയെടുത്തു. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിന്നെ നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞങ്ങൾ ചില്ലിയൊക്കെ കിട്ടൂല അതേപോലെ വെട്ടിയിട്ട് വാങ്ങിക്കാണ്ട് ചിക്കൻ. അപ്പോൾ അതാകുമ്പോൾ വേഗം ചെയ്യും. പിന്നെ നല്ല രസമാട്ടോ തിന്നാൻ. ഇതേപോലെ ഗ്രേവിയൊക്കെ ആക്കി കഴിഞ്ഞാൽ വലിയ പീസിനേക്കായി നല്ലതാണ് കേട്ടോ. ഇങ്ങനെ അതാകുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളങ്ങനെ പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ വരട്ടുമ്പോൾ അത്യാവശ്യം ഒരു ചിക്കൻ വേണേനു കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ടൊന്ന് നമുക്ക് എന്താക്കാം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതിലേക്ക്. എന്നിട്ടാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കണത്. കുറച്ചൊരു ഗ്രേവി വേണമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഒരു 1/4 ഗ്ലാസ് വെള്ളം ഉണ്ടായിക്കോട്ടെ. പിന്നെ ഇതിൽ തന്നെ പൊടിഞ്ഞ് വരും കേട്ടോ വെള്ളം. പിന്നെ ഇതിങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ എത്ര നമുക്ക് തിന്നാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതവിടെ അടുപ്പത്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് എന്താക്കാം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ നേരത്തെ പരത്തി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ചൂടോടെ അങ്ങനെ ചൂടാൻ വിചാരിച്ചിട്ടോ. പിന്നെ ചപ്പാത്തി ആയതുകൊണ്ട് വലിയ താല്പര്യം നമ്മുടെ ആർക്കും ഇല്ല. പിന്നെ എൻ്റെ നിർബന്ധത്തിന് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ ചിക്കനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും എല്ലാവരും തിന്നോളും വിചാരിച്ച് അങ്ങനെ നമ്മൾ പിന്നെ ചപ്പാത്തിയൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളെ ചിക്കനും തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഇത് കേട്ടോ. എന്താ വെച്ചാൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളങ്ങനെ ചപ്പാത്തിയും നമ്മളെ ചിക്കനും കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ എല്ലാവരും ഒരുമിച്ചിരുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളെ തലേന്നൊക്കത്തെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മക്കൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കളയേണ്ട കേട്ടോ അമ്മച്ചി നമുക്ക് തിന്നാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നാശാക്കിയൊന്നും കളഞ്ഞില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താക്കി അതും കൂട്ടിയിട്ട് കേട്ടോ തിന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരാകുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക കുറേ വെച്ചിട്ട് നമുക്ക് കളയാൻ മാത്രമൊന്നും നമ്മൾ ഉണ്ടാക്കലുമില്ല. എന്തായാലും ഇതിപ്പോൾ നമുക്ക് പെലച്ചക്ക് എണീക്കാൻ നേരം വൈകി. അതായത് 5-8 ഞാൻ എണീറ്റത്. അപ്പോൾ അതുകൊണ്ട് തിന്നാനും പറ്റില്ല. വെറും വെള്ളം മാത്രം കുടിച്ചിട്ടാണ് നമ്മൾ നോമ്പ് നോറ്റത് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇറങ്ങാണ്ട് പിന്നെ നമ്മളത് തിന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളൊന്ന് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഇത് സപ്പോർട്ട് ആക്കണം കേട്ടോ. താങ്ക് യു.